ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, മത്തായി 26:39 ലൂക്ക 22:42 മാർക്കോസ് 14:36 യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. മത്തായി 26:39 കേൾക്കൂ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മരിക്കുന്നതിന് തലേ രാത്രി യേശു പ്രാർത്ഥിച്ചു. എന്നാൽ യേശുവിൻ്റെ പാനപാത്രം നീങ്ങിയില്ല. എന്തുകൊണ്ട് ഇതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പിതാവിനോടൊപ്പം സഹവസിക്കാനാണ്. ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ച ദൈവം അവർക്കരികിൽ വരുമായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി 3:8 കേൾക്കൂ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒച്ച അവർക്ക് പരിചിതമല്ലേ? അവർ ദൈവത്തെപ്പോലെ ശുദ്ധരായിരുന്നപ്പോൾ ദൈവം അവർക്കൊപ്പം സഹവസിച്ചു. പാപം ചെയ്തപ്പോൾ പരിശുദ്ധി നഷ്ടപ്പെട്ട അവരെ പരിശുദ്ധനായ ദൈവത്തിന് കൂട്ടാനായില്ല. അവരെ ദൈവത്തിനരികിൽ നിന്ന് പുറത്താക്കി. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനെ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പിന്നെയും പിന്നെയും പാപത്തിലേക്ക് നീങ്ങി രക്തത്തെ അശുദ്ധമാക്കി അവരെ ശുദ്ധീകരിക്കാൻ പ്രവാചകന്മാരെ അയച്ചു. ശുദ്ധരക്തമുള്ള മൃഗങ്ങളുടെ രക്തം കൊണ്ടുള്ള യാഗങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും പിതാവായ ദൈവത്തിൻ്റെ അടുത്തെത്താൻ മനുഷ്യന് സാധിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയിൽ നിന്ന് ഒരു മഹാപുരോഹിതനെ നിയമിച്ച് ബലിയർപ്പിക്കാനും ദൈവത്തിനടുത്തുള്ള അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള അവസരവും നൽകി. എന്നാൽ അതും പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പിന്നീട് ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ അടങ്ങിയ ആ സത്തയിൽ നിന്ന് പുത്രനെ അടർത്തിയെടുത്ത് പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിൽ മനുഷ്യനാക്കി. തികച്ചും ശുദ്ധമായ രക്തം. പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം ആ പുത്രൻ്റെ യാഗമായിരുന്നു. വേണ്ടതോ ശുദ്ധമായ രക്തം മനുഷ്യരാശിയുടെ മേൽ തെളിച്ച് അവരെ ശുദ്ധരാക്കണം, വീണ്ടും ദൈവത്തോടൊപ്പം സഹവസിപ്പിക്കണം. ഇതായിരുന്നു ലക്ഷ്യം. എന്നാൽ മനുഷ്യനായി പിറന്ന യേശുവിന് മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എബ്രായർ 4:15 കേൾക്കൂ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം തോന്നാത്ത ഒരു മഹാപുരോഹിതൻ നമുക്കില്ല. അവൻ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല. എബ്രായർ 5:7-9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. അവൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളികളോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അഭയയാചനയും കഴിക്കുകയും പുത്രനാണെങ്കിലും ദൈവഭയം നിമിത്തം ഉത്തരം ലഭിക്കുകയും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിക്കുകയും ചെയ്തു. അതിനാൽ മനുഷ്യനായി പിറന്ന യേശു പിതാവായ ദൈവത്തെ അനുസരിച്ചു. യേശുവിൻ്റെ ആ പ്രാർത്ഥന പിതാവായ ദൈവം കേട്ടിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യവർഗത്തെ പിതാവിന് ലഭിക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, പിതാവായ ദൈവം ഏറ്റവും വേദനിച്ച സമയമായിരിക്കും പുത്രൻ്റെ ആ പ്രാർത്ഥന നിരസിച്ച സമയമെന്ന്. നാം നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാറില്ലേ? എല്ലാത്തിനും കഴിയുന്ന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലുള്ള പുത്രൻ്റെ ആ പ്രാർത്ഥന കേൾക്കാതിരുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടിയെന്ന് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നിത്യമായ മരണം. പിതാവ് ഒന്നിനും ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, പുത്രനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ രക്തത്താൽ ശുദ്ധി വരുത്തുന്നവർക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. അങ്ങനെ യേശുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടാക്കി ഭൂമിയിൽ വീണ് കിടക്കുന്ന ഇത്രയും വിലപ്പെട്ട രക്തം തെളിച്ച് ശുദ്ധമാക്കപ്പെടുന്നവർക്ക് വെളിപാട് 21:3 പറയുന്നത് അനുഭവിക്കാം. കേൾക്കൂ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ തന്നെ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഈ സൗഭാഗ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞാനും നിങ്ങളും ഈ കൂടാരത്തിലുണ്ടാകാൻ ഇടവരട്ടെ.
പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ സ്വീകരിക്കാൻ ഏവരെയും പ്രാപ്തരാക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.